നമുക്കിന്നൊരു പേപ്പർ സോപ്പ് ചെയ്താലോ? പേപ്പർ സോപ്പ് ചെയ്യാവുന്ന കുറേ റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഒരു ഹാൻഡ് വാഷ് എടുത്തിട്ട് ബൗളിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഹാൻഡ് വാഷ് ഇല്ലെങ്കിൽ സോപ്പ് കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ ഹാൻഡ് വാഷിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഒരു ലിക്വിഡ് അതിലോട്ട് ഫുള്ളൊന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. പേപ്പറിൻ്റെ രണ്ട് സൈഡിലും തേക്കണം. അങ്ങനത്തെ 2 പേപ്പേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജസിനെയൊക്കെ ഇങ്ങനത്തെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ പേപ്പറും നമ്മൾ അതുപോലെ ചെയ്തെടുക്കണം. ഇനി നമ്മൾ അതിന് കവറാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ബ്ലൂ കളർ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കളർ പേപ്പർ ഇല്ലെന്നാണെങ്കിൽ സാധാ പേപ്പറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഗ്ലൂ യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ വെക്കുമ്പം അതിൻ്റെ ആ ഒരു സൈഡിൽ മാത്രം ആകാൻ നോക്കണം. എന്നിട്ട് ഞാൻ അതിലോട്ട് സോപ്പ് എന്നുള്ളൊരു സ്റ്റിക്കറും കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് ഇതുപോലൊരു ഹേർട്ട് ഷേപ്പിലുള്ളതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിങ്ങനെ അടയ്ക്കാനായിട്ട് അതിന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് അതൊന്ന് വെക്കുന്നത്. അതിനായിട്ട് ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ, നമ്മുടെ പേപ്പർ സോപ്പ് ഇവിടെ റെഡിയായി. ഇനി അതിനെ അതിലോത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് നോക്കണം. അതിനായിട്ട് ഒരു സോപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പതിപ്പിക്കണം. നമ്മുടെ പേപ്പർ സോപ്പ് ഇവിടെ വർക്കിംഗ് ആണ്. അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ബൈ.